എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഇന്ന് കയ്പയ്ക്ക കറിയാണ് കേട്ടോ. കയ്പയ്ക്ക നന്നായി കഴുകി മഞ്ഞൾപ്പൊടി വെള്ളത്തിലിട്ട് കഴുകി. അപ്പോൾ വളരെ സിമ്പിളായൊരു കറിയാണ്. അതെങ്ങനെയാണ് വെക്കുക നോക്കാം. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നത് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണണേ, സപ്പോർട്ട് ചെയ്യണേ. ഇവിടെ അടുപ്പ് കത്തുണ്ട്, അതാണ് പോകാം. ശരി. അടിപൊളി മഴയുണ്ട് ഇവിടെ. രാത്രി പിടിച്ച മഴയാണ്. നമുക്ക് കയ്പയ്ക്ക കറി വെക്കാം. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. എനിക്ക് 2 കയ്പയ്ക്ക കേട്ടോ. കയ്പയ്ക്ക നന്നായി ഒന്ന് വാടി വരട്ടെ. നല്ലപോലെ വാടണം. കയ്പയ്ക്ക വാടി വന്നു കേട്ടോ. ഇത്രയും മതി. ഇതിലേക്ക് 2 തക്കാളി, തക്കാളി ഒന്ന് വാടി വരട്ടെ. തക്കാളിയൊക്കെ വാടി വന്നു കേട്ടോ. നന്നായിട്ട് ഇതിലേക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം. അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒന്നര ടീസ്പൂൺ മുളക് പൊടി, ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി, നന്നായി പൊടികളിട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് ഒരു നെല്ലിക്ക വലിപ്പത്തിൽ വാളം പൊളിയിട്ടാ നന്നായി പിഴിഞ്ഞെടുത്തത്. കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഉപ്പിട്ട് കൊടുക്കാം. ഇത് വേകട്ടെ കേട്ടോ. നന്നായി പുളി കിടന്ന് വേകട്ടെ. അപ്പോഴേക്ക് തേങ്ങ അരച്ചിട്ട് വരാം. ചെറിയൊരു മുറി തേങ്ങ, അര ടീസ്പൂൺ നല്ല ജീരകം, 2 കൂടി അരച്ചിട്ട് വരാം. കയ്പയ്ക്ക വെന്താ നോക്കാം. പുളി കിടന്നിട്ട് വെന്തു കിട്ടാം നന്നായിട്ട്. ഇനി നമ്മുടെ അരപ്പിട്ട് കൊടുക്കട്ടോ. കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് കൊടുക്കാം. അരപ്പൊഴിച്ചിട്ട് ഒന്ന് തിളക്കട്ടെ. അരപ്പൊഴിച്ചിട്ട് തിളച്ചു കൂട്ടാ. ഓഫാക്കുക. താളിച്ചൊഴിക്കാം. ചൂടാവട്ടെ കേട്ടോ. കുറച്ചും കൂടി വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. വെളിച്ചെണ്ണ ചൂടാവട്ടെ കേട്ടോ. കടുകിട്ട് കൊടുക്കാം. വറ്റൽമുളക്, കറിവേപ്പില, 5-6 ചെറിയ ഉള്ളി കേട്ടോ.
ഉള്ളി നന്നായി മൂത്ത് വരട്ടെ. നല്ലൊരു വറവാണ്. സൂപ്പർ കയ്പ്പിക്ക കറിയാണ് കേട്ടോ. നിങ്ങളത് വെക്കാത്തവരൊന്ന് വെച്ച് നോക്കുക. അടിപൊളിയാണ്, ഒന്നും കഴിക്കില്ല. കൊള്ളി കറി വെക്കണ്ട, 2 എണ്ണം ഉള്ളൂ. നല്ല കൊള്ളി കിട്ടോ. 2-3 വർഷം കഴിക്കുകയും ചെയ്തു. ഒരു കഷ്ണം വേണ്ട ആണോ? ഇതാട്ടെ നല്ല കൊള്ളിയാ. വെള്ളം ഒഴിച്ച് കൊടുക്കട്ടെ. ഇതിന് വിസിലിൻ്റെ ആവശ്യമില്ല തോന്നുന്നുണ്ട്. നന്നായി വേഗം തോന്നുന്നുണ്ട്. കാണുമ്പോൾ വേഗമുണ്ട്. അല്ലെങ്കിൽ വിസിലടിക്കാൻ നമുക്ക് നിർത്തിയാലോ? അങ്ങനെയാവാം. ഒരു നുള്ളു മഞ്ഞപ്പൊടി ഇടാം. കുറച്ച് ഉപ്പിട്ട് കൊടുക്കട്ടെ. ഒരു വിസിൽ വരട്ടെ. കയ്പ്പിക്ക കൂട്ടാൻ ടേസ്റ്റ് നോക്കട്ടെ. ഭയങ്കര ഇഷ്ടമാണ്. നോക്ക്. സൂപ്പറാ. വലിയ കഴിക്കില്ല. അടിപൊളിയാ. ഇടൂ. കൊള്ളി വന്നാ നോക്കാട്ടാ. ഒറ്റ വിസിൽ വന്നുട്ടാ. ഞാൻ ഇതിന് വെള്ളം ഊറ്റി കളയട്ടെ. താളിച്ചെടുക്കാട്ടാ. നല്ല മഴ. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാകട്ടെ. കടുക് ഇട്ട് കൊടുക്കുക. കുറച്ച് ചെറിയ ഉള്ളി ചതച്ച് വെക്കാം. ചതച്ച മുളക് നല്ല ടേസ്റ്റാണ്. കണ്ട് കറിവേപ്പില. ഞങ്ങളുടെ കൊള്ളിയിട്ട് കൊടുക്കട്ടെ. വെറുതെ കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റാണ്. കുട്ടിൻ്റെ കൂടെ കഴിക്കാനല്ലേ ബെസ്റ്റാണ്. വലിയ കഴിക്കാം. ഗൈസ് നല്ല മഴ വന്ന് വെള്ളം വന്നു ഗൈസ്. എന്താ ഒരു കഷ്ടം നോക്ക്. ഇത് അനുഭവിക്കാനായി 1/2 മണിക്കൂർ മഴ എവിടെ നോക്കി വെള്ളം വരുന്നത് നോക്ക്. നോക്ക്. നോക്ക്, അടുക്കളയിൽ വെള്ളം കയറിയത് കണ്ടോ? എന്താ ഇത്രയും വെള്ളം കയറിയിട്ടാ അതെ. എന്താ ചെയ്യുക? വല്ലാത്തൊരു ഒരൊറ്റ മഴയ്ക്കാണ് ഇപ്പോൾ ഇത്. ഇന്ന് രാവിലത്തെ മഴയ്ക്ക് എന്താ. അയ്യോ, ഇനി ഇങ്ങോട്ടാ കയറാനുള്ളത്. ഇവിടെ നാട്ട് കയറിയ വെള്ളം ഇവിടെ ഉള്ളിലേക്ക് എത്തും. ഞങ്ങൾ ഊണ് കഴിക്കേണ്ട. നല്ല മഴ, അടുക്കളയിൽ വെള്ളം കയറി ഇട്ടിരിക്കുന്നു. വല്ലാത്തൊരു സങ്കടമില്ല. ഇനി രാത്രി ഉള്ളിൽ കയറാൻ അറിയില്ല വെള്ളം. ഇതേപോലെ കരക്കറി വെക്കാത്തതിനും വെച്ച് നോക്കണം. സൂപ്പർ ടേസ്റ്റാണ്. ഇത് കഴിക്കില്ല. ഞങ്ങൾ ഊണ് കഴിക്കട്ടെ. എത്രയുള്ളൂ. പുതിയൊരു വീഡിയോയ്ക്ക് വീണ്ടും വരുന്നത്. എല്ലാവർക്കും തരാം. ബൈ.